സഞ്ജു സാംസൺ എന്ന സ്ഥിരം നായകന്റെ അഭാവം രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ IPL കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി രണ്ടാം മത്സരത്തിലും രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്തയോട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ തോറ്റു, അതിനുശേഷം രണ്ടാമത്തെ മത്സരത്തിലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, സഞ്ജു സാംസൺ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയ്ക്കിടെയാണ് അദ്ദേഹത്തിന് കൈക്ക് പരിക്കേറ്റത്. അതിനുശേഷം അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ഈ IPL ആദ്യ 3 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് പകരം രാജസ്ഥാനെ നയിക്കാനുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് റിയാൻ പരാഗിനായിരുന്നു. നമുക്കറിയാം, യുവതാരമായ റിയാൻ പരാഗ്. സഞ്ജു സാംസൺ ആവട്ടെ ബാറ്റിംഗ് ഇമ്പാക്റ്റായി മാത്രം ഈ ആദ്യ 3 മത്സരങ്ങളിൽ കളിക്കുന്നു എന്ന രീതിയിലായിരുന്നു അവരുടെ ടീം കോമ്പിനേഷൻ. പക്ഷേ ആ ടീമിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് സീസണുകളിൽ രാജസ്ഥാൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം താരസമ്പുഷ്ടമായ ഒരു ടീമായിരുന്നു. പക്ഷേ ഈ സീസണിലേക്ക് നോക്കുമ്പോൾ സഞ്ജു അല്ലാതെ മറ്റൊരു കൃത്യമായൊരു ബാറ്ററെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം, സഞ്ജുവിനൊപ്പം ജോസ് ബട്ട്ലർ ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ടിന്റെ നായകനായ ജോസ് ബട്ട്ലർ. അതുപോലെ പ്ലേയിങ് 11-ൽ രവിചന്ദ്ര അശ്വിൻ എന്ന സ്പിന്നർ ഉണ്ടായിരുന്നു, വെറ്ററൻ സ്പിന്നർ ഉണ്ടായിരുന്നു, യശ്വേന്ദ്ര ചാഹൽ ഉണ്ടായിരുന്നു, ന്യൂസിലാൻഡിന്റെ താരമായ ട്രെന്റ് ബോൾട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ടുള്ള 4 പേരെ ഈ സീസണിന് തൊട്ടു മുമ്പ് താരലേലത്തിൽ വിട്ടുകൊടുക്കുകയും മറ്റ് ടീമുകൾ ആ ഒരു താരങ്ങളെ പൊന്നും വിലയ്ക്ക് വാങ്ങിയെടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനു പകരം നല്ല താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാൻ രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന് കഴിഞ്ഞതുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൃത്യമായും അനുഭവിക്കുന്ന മത്സരങ്ങളാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, വാനന്ദു ഹസരംഗ എന്ന താരം അദ്ദേഹം 6-ാമനായിട്ടോ അല്ലെങ്കിൽ 4-ാമനായിട്ടോ ഈ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ബാറ്റിംഗ് നിര, വാനന്ദു ഹസരംഗ ഒരിക്കലും ശ്രീലങ്കയുടെ ഒരു മെയിൻ സ്ട്രീം ബാറ്റ്സ്മാൻ ഒന്നുമല്ല. അപ്പോൾ 8-ാമൻ അല്ലെങ്കിൽ 7-ാമനിലേക്ക് ചുരുങ്ങുന്ന ഒരു ബാറ്റിംഗ് നിരയാണ് രാജസ്ഥാന്റേത് എന്ന് നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും. മാത്രമല്ല, പരിചയസമ്പന്നർ അത്രയൊന്നും അല്ലാത്ത താരങ്ങളാണ്, അത്രയൊന്നും ഇല്ലാത്ത ബാറ്റർമാരാണ് രാജസ്ഥാൻ ഈ സീസണിൽ മൊത്തം ഉള്ളത്. അപ്പോൾ അത് പരിചയസമ്പന്നത ഇല്ലാത്തതിന്റെ കാരണവും അതുപോലെ മികച്ച ബാറ്റ്സ്മാൻമാരുടെ അഭാവവും അവരുടെ ടീമിനെ കൃത്യമായും ബാധിച്ച ഒരു മത്സരമായിരുന്നു KKRനെതിരെയുള്ള ഈ മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന് 151 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഈ ഒരു കാലം T20യുടെ വലിയ രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 151 റൺസ് എന്ന് പറയുന്ന റൺസ് ഒരിക്കലും ഒരു സേഫ് സ്കോറേ അല്ല. ഈ കാലത്ത് നമുക്കറിയാം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും 250-ന് മുകളിൽ 20 ഓവറിൽ റൺസ് വാരിക്കൂട്ടിയ ടീമുകളുടെ കഥയാണ് നമ്മൾ കണ്ടത്, അങ്ങനെയുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും സേഫ് അല്ലാത്ത 151 എന്ന സ്കോറിൽ ഒതുങ്ങിയപ്പോൾ തന്നെ ആ ഒരു ചിത്രം വ്യക്തമായിരുന്നു. KKR വളരെ ഭംഗിയായി തന്നെ 17-ാമത്തെ ഓവറിൽ അവർ കൃത്യമായും വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ക്വിന്റൻ ഡി കോക്ക് 97 റൺസുമായി അവരെ മുന്നിൽ നിന്ന് നയിച്ച മത്സരമായിരുന്നു അത്. അതിനൊപ്പം തന്നെ റിയാൻ പരാഗ് എന്ന യുവ നായകന്റെ ക്യാപ്റ്റൻസിയിലെ പ്രശ്നങ്ങളും കൃത്യമായി നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മത്സരത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു അഭാവം കൂടി ചർച്ച ചെയ്യപ്പെട്ടു. സുനിൽ നരൻ എന്ന വിൻഡീസ് ഓൾറൗണ്ടറുടെ അഭാവം ഈ മത്സരത്തിലുണ്ടായി. 1435 ദിവസങ്ങൾക്ക് ശേഷമാണ് IPL ഒരു മത്സരത്തിൽ സുനിൽ നരൻ കളിക്കാതെ ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് പരിക്കായിരുന്നു. അദ്ദേഹത്തിന് പകരം മൊയിൻ അലി ആയിരുന്നു KKR നിരയിൽ അവരുടെ താരമായി ഇറങ്ങിയത്. മൊയിൻ അലി പന്തുകൊണ്ട് മികച്ച രീതിയിൽ എറിഞ്ഞെങ്കിലും അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിയപ്പോൾ നിരാശപ്പെടുത്തിയ മത്സരം കൂടിയായിരുന്നു അത്. അപ്പോൾ KKRന് ഈ ഒരു മത്സരത്തിൽ അജിങ്ക്യ രഹാനെ എന്ന വെറ്ററൻ ക്യാപ്റ്റന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു ക്യാപ്റ്റൻസിയിൽ ഇറങ്ങിയ KKRന് ആദ്യ മത്സരത്തിൽ അവർ തോറ്റിരുന്നു. ഈ 2-ാം മത്സരത്തിൽ അവർ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. മറുവശത്ത് രാജസ്ഥാൻ ആവട്ടെ, സഞ്ജുവിന്റെ അഭാവത്തിൽ പുതിയ കോച്ച്, അതായത് നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ കുമാർ സംഗക്കരയായിരുന്നു അവരുടെ കോച്ച്. ഈ സീസണിൽ രാഹുൽ ദ്രാവിഡും അതുപോലെ വിക്രം രാത്തോർ, ഇന്ത്യക്ക് T20 കിരീടം നേടിക്കൊടുത്ത പരിശീലക സംഘത്തിലുള്ളവരൊക്കെയും അവരുടെ കൂടെ ഉണ്ടെങ്കിലും 2-ാമത് തോൽവിയാണ് രാജസ്ഥാൻ ഈ സീസണിൽ വഴങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിലയിൽ നിന്നും അടുത്ത മത്സരത്തിലും സഞ്ജുവിന് പകരം റിയാൻ പരാഗ് തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ 4-ാം മത്സരത്തിൽ സഞ്ജു വരുമ്പോഴേക്കും അവർക്ക് വിജയ വഴിയിലേക്ക് എത്തുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും.